കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് ഒളിമ്പിക്സ് ചിരിപ്പടക്കങ്ങൾ പൊട്ടിച്ച് ബി.ജെ.പി രംഗത്ത് വന്നിരിക്കുകയാണ്. ബി.ജെ.പിയുടെ പ്രകടന പത്രികയെ ട്രോളി മറിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. വിഷയം മറ്റൊന്നുമല്ല, 2036 ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്നാണത്രേ ബി.ജെ.പി പ്രകടന പത്രികയിലെ മുഖ്യ വാഗ്ദാനങ്ങളിലൊന്ന്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കിയ പത്രികയിൽ എല്ലാവർക്കും വീട് എന്ന സ്ഥിരം വാഗ്ദാനവും തിരുവനന്തപുരം ഇന്ത്യയിലെ മികച്ച 3 നഗരങ്ങളിൽ ഒന്നാക്കുമെന്ന പതിവ് പല്ലവിയുമൊക്കെ ഉണ്ടെങ്കിലും ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് എന്ന ഐറ്റം കേട്ടപ്പോൾ നാട്ടുകാർ ഒന്ന് ഞെട്ടി, പിന്നെ ചിരിച്ചു. അതിനുശേഷം തലകുലുക്കി സമ്മതിച്ചു. ഇതിത്തിരി കടന്നു പോയില്ലേ മാഷെ എന്നാണ് കമന്റുകൾ. ഒളിമ്പിക്സ് എവിടെയാണെന്ന് തീരുമാനിച്ചു എന്നതിന് ഇല്ല എന്നുത്തരം. ഇന്ത്യക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ എന്നതിന് ഇല്ല എന്നുത്തരം. പക്ഷെ അതൊന്നും നമ്മുടെ ബി.ജെ.പിക്ക് ഒരു പ്രശ്നവുമല്ല. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന ഉറപ്പും കൊടുത്തു. ഈ സമ്മർദ്ദം ചെലുത്തി ഒരുപക്ഷെ 2036 ആകുമ്പോഴേക്കും തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ചിൽ ഒരു അന്താരാഷ്ട്ര നീന്തൽക്കുളം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ഒരു 100 മീറ്റർ ഹഡിൽസ് നടക്കുമോ എന്നും കാണാം. LDF-ഉം UDF-ഉം ഒക്കെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് ബി.ജെ.പിയെ കളിയാക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇതാണ്: ആഹാ, ഒളിമ്പിക്സ് നമ്മുടെ തലസ്ഥാനത്ത് വരുന്നു. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത തവണ ലോകകപ്പും പിന്നെ ഒരു ചാന്ദ്രയാൻ വിക്ഷേപണവും ഇവിടെ വെച്ച് തന്നെ അങ്ങ് നടത്തിയാലോ. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ ബി.ജെ.പി തീവ്ര ശ്രമം നടത്തുന്നുണ്ടെന്നാണ് വാർത്തകളും റിപ്പോർട്ടുകളും. ഈ ഒളിമ്പിക്സ് വാഗ്ദാനം കണ്ട് ജനങ്ങൾ വോട്ട് കൊടുക്കുമോ അതോ ചിരിച്ചു മറിയുമോ എന്ന് കാത്തിരുന്നറിയാം. എന്തായാലും 2036 ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് നടക്കുന്നില്ലെങ്കിൽ ഈ വാഗ്ദാനം കൊടുത്ത നേതാക്കന്മാർക്ക് അന്ന് ഒരു അതിവേഗ നടത്ത മത്സരം വേണ്ടിവരുമായിരിക്കും. ജനങ്ങളുടെ കമന്റുകൾ കണ്ട് ആ വാശിയിലെങ്കിലും ഒളിമ്പിക്സ് വന്നാൽ നന്നായിരുന്നു. 2036 ഇനിയും വർഷങ്ങളുണ്ടെങ്കിലും കാത്തിരിക്കാതെ വേറെ വഴിയില്ലല്ലോ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം.